അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആര്യ എങ്ങനെ ചോക്ലേറ്റ് കോഫി കൊണ്ടുവന്നിട്ട് ചിന്നുവിനോട് നിർബന്ധിച്ച് കുടിക്കുക എന്ന് പറയണം കേട്ടോ. ചിന്നു പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് ഈ കോഫി ഇഷ്ടമല്ല, ചോക്ലേറ്റ് കോഫി ഇഷ്ടമല്ല എന്നിങ്ങനെ പറയണം. അതേസമയം വീണ്ടും വീണ്ടും ആര്യ നിർബന്ധിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടായിരിക്കും ചന്ദ്ര വരുന്നത് കേട്ടോ. ആഹാ, ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നോട് കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞത്? അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ കാപ്പി ഇവൾ കുടിക്കണ്ട എന്ന് ചന്ദ്ര വിചാരിക്കുകയാണ് കേട്ടോ. ചന്ദ്ര പെട്ടെന്ന് തന്നെ ആ ചോക്ലേറ്റ് കോഫി ആര്യയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുകയാണ്. അമ്മേ വേണ്ട വേണ്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്ര അത് കുടിക്കുകയാണ് കേട്ടോ. ഇവള് വേണ്ട വേണ്ട എന്ന് ആക്ഷൻ പറയുന്നുണ്ട്. വേണ്ടാത്തവരെ പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പകുതി കുടിക്കുകയാണ് കേട്ടോ. ചന്ദ്ര പകുതി കുടിക്കുമ്പോഴേക്കും തന്നെ ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഓക്കാനം വരികയാണ് കേട്ടോ. വയറിനൊക്കെ എന്തോ പോലെയാണ്. ചന്ദ്ര വേഗം പോയിട്ട് ഛർദ്ദിക്കുകയാണ് കേട്ടോ. ഛർദ്ദിച്ച് പെട്ടെന്ന് തന്നെ ചന്ദ്രയ്ക്ക് ആകെ സുഖമില്ലാത്ത പോലെ ആവുകയാണ് കേട്ടോ. വയറിനൊക്കെ എന്തോ പോലെയായി. അതുപോലെ വല്ലാത്ത വൊമിറ്റിങ്ങും ആകും. വിജയശങ്കർ അങ്ങോട്ടേക്ക് വരുമ്പോൾ, വിജയേട്ട എനിക്ക് എന്തോ തീരെ സുഖമില്ല, എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയണം കേട്ടോ. പിന്നീട് വിജയശങ്കർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ചിന്നു പോയിട്ട്, എന്താ ചെറിയമ്മയ്ക്ക് എന്താ പറ്റിയത്, ഞാനും കൂടെ പോരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ പോകുമെന്ന് ആര്യ പറയണം കേട്ടോ. അതിനുശേഷം അവരെല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് പോവുകയാണ്. ചിന്നു ആകെ വിഷമിച്ച് നിൽക്കുകയാണ്, എന്താ പറ്റിയത് ചെറിയമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അവർ ആശുപത്രിയിൽ നിന്നും വരികയാണ്. ആശുപത്രിയിൽ നിന്നും വന്നതും തന്നെ വിജയശങ്കറോട് പോയിട്ട് ചോദിക്കുകയാണ് കേട്ടോ, ചിന്നു ചെറിയമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്, എനിക്കൊന്ന് വേഗം കിടക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്ര വേഗം കിടക്കാൻ പോവുകയാണ്. കിടക്കാൻ പോണ സമയത്ത് തന്നെ ആര്യ പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നു, അവൾക്ക് വേണ്ടിയാണ് ചെയ്തത്, നമ്മുടെ അടുത്ത് ഞാൻ കുടിക്കണ്ട പറഞ്ഞതല്ലേ, അമ്മ വീണ്ടും കുടിച്ചതല്ലേ എന്ന് ചോദിക്കും. വിജയശങ്കർ പറയും, നീ ആൾ കൊള്ളാലോ, ഇങ്ങനെ ഒരു പണിയൊപ്പിച്ചതായിരുന്നോ നീ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ആര്യ വിചാരിക്കേണ്ട മനസ്സിൽ, ഇവൾക്ക് എന്തായാലും പണി കൊടുക്കണം, ഇവൾക്കുള്ളൊരു പണി കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആര്യയുടെ കൂട്ടുകാരനെ വിളിക്കുകയാണ് കേട്ടോ. ചന്തുവിനെ വിളിക്കുകയാണ്, കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഏതായാലും ശരി, നീ അവളെയും കൊണ്ട് വായോ, നീ അവളെയും കൊണ്ട് വന്നിട്ട് ട്യൂഷന് വരുമ്പോൾ വന്നിട്ട് കാര്യങ്ങൾ എത്തിച്ച് തന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം, പക്ഷേ ഒരു 10,000 രൂപ വേണം എന്നിങ്ങനെ പറയണം. ആ സാരമില്ല, എൻ്റെ അക്കൗണ്ടിൽ 10,000 രൂപയോളം ഉണ്ടാകും, ഞാനത് തരാം, നീ അവരോട് കാര്യങ്ങളൊക്കെ പറയുകയെന്ന് പറയണം കേട്ടോ. അതിനുശേഷം ചിന്നു പഠിക്കുകയായിരിക്കും കേട്ടോ. ചിന്നു പഠിക്കുമ്പോൾ ആര്യ പോയിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി ചിന്നുവിനോട് സംസാരിക്കും. ചേച്ചി പഠിക്കുകയാണോ, ചേച്ചിയോട് ഞാൻ മോശമായി പെരുമാറി, അച്ഛൻ പറഞ്ഞതായിരുന്നു ശരി എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. പിന്നീട് നമുക്ക് നാളെ ട്യൂഷന് പോകാമെന്നല്ല അങ്ങനെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. പിന്നീട് ആരും ഇങ്ങനെ ചിന്നു വിചാരിക്കേണ്ടത്, ഇവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കേണ്ടത് കേട്ടോ. പിറ്റേ ദിവസം ട്യൂഷന് പോകാൻ നേരത്ത് സത്യൻ അങ്ങളുടെ കൂടെ നമുക്ക് രണ്ടുപേർക്കും പോകാം, ഞങ്ങൾക്ക് 11 മണിക്കേ ഉള്ളൂ, എനിക്കും അങ്ങനെയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. സത്യനങ്ങൾ എവിടെ ചോദിച്ചപ്പോൾ ഒരു തിരക്കുണ്ട്, അത് കാരണം സത്യനങ്ങൾ വരുന്നില്ല, നമുക്ക് ഓട്ടോറിക്ഷയിൽ പോവാം, ഞാൻ എന്തായാലും ചേച്ചിയെ കോളേജിൽ ഇറക്കിയിട്ട് ഞാൻ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകാമെന്ന് പറയണം കേട്ടോ. അത് ശരിയെന്ന് പറയണം. അതിനുശേഷം കുറേ ദൂരം എത്തിയതും ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് ആരും നിർത്താൻ പറയണം കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, ഞാൻ ആ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് വരാം എന്നിങ്ങനെ പറയണം. ചേച്ചിക്ക് പോകണോ എന്ന് ചോദിക്കും, വേണ്ട ഞാൻ നിൻ്റെ കൂടെ പോകുന്നുള്ളൂ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറയുന്നത്, ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നാൽ ശരി, നിങ്ങൾക്കുള്ള പൈസ തരാം എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കണം കേട്ടോ. പിന്നീട് ചിന്നുവിനെ അവിടെ നിർത്തിയിട്ട് ആര്യ പോവുകയാണ്. ചിന്നു വരട്ടെ എന്ന് ചോദിക്കും, വേണ്ട വരണ്ട, അവിടെ പട്ടികളുണ്ട്, ആ പട്ടികൾക്ക് എന്നെ മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് ഇവിടെ നിന്നോളൂ, ഞാൻ വേഗം വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പോവുകയാണ്. അതിനുശേഷം ആര്യ പോയതും ആ ചന്തുവിനെയും കൂട്ടുകാരനെയും വിളിച്ച് പറയണം കേട്ടോ. അവൾ അവിടെ തനിയെ നിൽക്കുന്നുണ്ട്, അവളുടെ ഡ്രസ്സിൻ്റെ കളറും എല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ ചന്തുവിന്. ചന്തു പറയണം, ശരി ഞങ്ങൾ ആ ഗുണ്ടകളോട് വരാൻ പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, കൂടുതലൊന്നും ചെയ്യരുത് കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇല്ല എന്ന് പറയണം കേട്ടോ. പിന്നീട് ആ ചിന്നു നിൽക്കണം അവിടത്തേക്ക് ആ ഗുണ്ടകൾ വരികയാണ്, കാറും കൊണ്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു മാളിൻ്റെ പേര് പറയണം. ആ മാൾ എവിടെയാണെന്ന് കുട്ടി എന്ന് ചോദിച്ചിട്ട് ചിന്നുവിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു പറയണം കേട്ടോ, മാള് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ എന്ന് പറയുമ്പോഴും തന്നെ അവർ ബലമായി ചിന്നുവിനെ കാറിനകത്തേക്ക് വലിച്ചിട്ട് കൊണ്ടുപോകണം കേട്ടോ. ചിന്നു കുതിറി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടത് പറ്റുന്നില്ല. അങ്ങനെ അവരൊരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ്. ചിന്നുവിനെ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ജെയ്ക്ക് അവിടെ കിടന്നുറങ്ങുകയായിരിക്കും കേട്ടോ. ചിന്നു ഒരുപാട് കരയുകയാണ് കേട്ടോ. കരയുന്ന സൗണ്ട് കേട്ടിട്ട് ജെയ്ക്ക് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അതിനുശേഷം ജെയ്ക്ക് ഏതൊരു പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോൾ പെൺകുട്ടി എന്നെ രക്ഷിക്കൂ എന്ന് പറയുകയാണ് കേട്ടോ. ജെയ്ക്ക് ആ ഗുണ്ടകളെയൊക്കെ പിടിച്ച് അടിച്ച് പരവശാക്കുകയാണ് കേട്ടോ. അതിനുശേഷം ചിന്നു ഓടിപ്പോയി ജെയ്ക്ക് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങളെ എന്നെ രക്ഷിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം ജെയ്ക്ക് ചിന്നുവിനെ അടിക്കാൻ മറവാങ്ങി നിർത്തിയിട്ട് അവരെ അടിച്ച് ഓട്ടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ചിന്നുവിനോട് ചോദിക്കേണ്ടത്, നിനക്ക് എവിടെയാണ് പോകേണ്ടത്, നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ചിന്നു ഒന്നും മിണ്ടുന്നില്ല. ചിന്നു ഒക്കെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ഒരു ഓട്ടോറിക്ഷയിൽ ജെയ്ക്ക് ചിന്നുവിനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ. ലോഡ്ജിലേക്ക് പോവുകയാണ്. ലോഡ്ജിൽ പോയി ഇറങ്ങിയതാണ് ചിന്നു പറയുകയോ ഇതെൻ്റെ വീടല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ
JK പറയണ്ട അതിന് വീട് എവിടെയാണ്, അച്ഛൻ ആരാണ്, അമ്മയാണ് ആരാണ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഏതായാലും ഒരു അച്ഛനും അമ്മയുണ്ടല്ലോ, അവർ വരട്ടെ, അവർ വന്നിട്ട് അവരുടെ കയ്യിൽ ഞാൻ മോളെ ഏൽപ്പിക്കുന്നുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ.